വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വർത്തമാനകാലം പറയാതെ പോകുന്നത് എന്ന എൻ്റെ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. യുദ്ധക്കെടുതികളുടെ കണ്ണീർ കുത്തൊഴുക്കിൽ നമുക്കൊരു കഥ കേൾക്കാം. വർത്തമാനകാലം പറയാതെ പോകുന്നത്. എടി മേരിയെ, അയാൾ നീട്ടി വിളിച്ചു. എന്തോ അകത്തു നിന്നും പ്രതിവചിച്ചു. ഇന്നലെ നമ്മളെ മോൻ പറഞ്ഞു, നീ കേട്ടായിരുന്നോ? മേരി ഒന്ന് ചുമച്ചു. പിന്നെ പതിയെ പറഞ്ഞു, കേട്ടായിരുന്നു. വീണ്ടും ചുമച്ചു. നിങ്ങൾ അതങ്ങടെ മനസ്സിന് കളഞ്ഞേ. അവൻ നമ്മുടെ മൂത്ത മോനല്ലയോ? അവനെയല്ല നമ്മൾ ആദ്യം കൊഞ്ചിച്ചതും സ്നേഹിച്ചതും. അത് കേട്ട് തോമച്ചായൻ അകത്ത് നിന്ന് മൂന്നുവടിയും കുത്തി ഉമ്മറത്തേക്ക് വന്നു. കോലായിൽ തന്റെ ചാരുകസേരയിൽ ചാരിയിരുന്നപ്പോൾ ഇന്നലെ തന്റെ കയ്യിൽ നിന്നും വീണു പൊട്ടിയ പേരക്കുട്ടിയുടെ കളിവണ്ടിയുടെ ശേഷിപ്പുകൾ മുറ്റത്ത് കിടക്കുന്നത് കണ്ട് ഓർമ്മകളിൽ ഒരു മഞ്ഞുമല പോലെ ഉരുകി ഭൂതകാലത്തിലേക്ക് പരക്കാൻ തുടങ്ങി. ഒരു കർക്കിടക മാസത്തിൽ കോരിച്ചെരിയുന്ന മഴയുള്ള ദിവസത്തിലായിരുന്നു മേരി ജോസ്മോനെ പ്രസവിച്ചത്. വയറ്റാട്ടി കത്രീന തലയുടെ കയ്യിൽ നിന്നും ചേച്ചി അന്നമ്മ ഒരു വെള്ളത്തുണിയിൽ കുഞ്ഞിനെ വാങ്ങി തന്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ അപ്പാന്ന് സ്നേഹത്തോട് വിളിക്കും പോലെ തോന്നിയ അവന്റെ കരച്ചിൽ ഇന്നും അതുപോലെ തോമച്ചന്റെ കാതിലുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അവന് കൂട്ടിരുന്നും അവനെ ലാളിച്ചും സന്തോഷത്തോടെ ചെലവാക്കുകയായിരുന്നു. വളരെ ആശിച്ച് മോഹിച്ചാണ് ആയുടെ വിദേശത്തേക്കൊരു യാത്ര തരപ്പെട്ടത്. അറബികളുടെ മണ്ണിൽ കാലു തട്ടിയ ഇതേ ഓർമ്മയുള്ളൂ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിറയാൻ തുടങ്ങി. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൻ വട്ടം പിടിച്ച് വാവിട്ട് കരഞ്ഞത് കണ്ണിൽ മായാതെ കിടക്കുന്നത് കൊണ്ടാവാം ദിവസവും അവനെ തന്നെ സ്വപ്നം കണ്ടു. അതുകൊണ്ട് തന്നെ 6 മാസം വിദേശത്ത് നിൽക്കാനായില്ല. നല്ല ശമ്പളമുള്ള ജോലിയായിട്ടും അത് മതിയാക്കി നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോരുമ്പോൾ അവിടെ നിന്നും കിട്ടിയ ശമ്പളത്തിന്റെ പകുതിയും ജോസ്മോന് കളിപ്പട്ടം വാങ്ങാൻ ഉപയോഗിച്ചു. പലതരത്തിലുള്ള കാറുകൾ, വിമാനങ്ങൾ, റെയിലിലൂടെ കൂകിപ്പായുന്ന തീവണ്ടി, അങ്ങനെ പലതും. നാട്ടിലെത്തിയപ്പോൾ മേരി വഴക്ക് പറഞ്ഞു. എന്തിനാ മനുഷ്യ നിങ്ങൾ ഇത്രയും വിലയുള്ള കളിപ്പാട്ടങ്ങൾ അവന് വാങ്ങിയത്? എല്ലാം തല്ലിപ്പൊളിക്കാനാണോ? എന്ത് വാങ്ങിക്കൊടുത്താലും തല്ലിപ്പൊളിക്കും. അതാ ഇപ്പോഴത്തെ അവന്റെ കളി. തോമാച്ചൻ പൊട്ടിച്ചിരിച്ചു. ഇടി മേരിയെ, നമ്മൾ കൊച്ചുങ്ങളാവുമ്പോൾ ഇതുപോലത്തെ വലുതും കണ്ടായിരുന്നു. മണ്ണി കളിച്ചും മണ്ണപ്പം ചുട്ടും നമ്മൾ വലുതായില്ലയോ? ഇതൊക്കെ പൊട്ടിക്കുമ്പോഴാണ് നമ്മുടെ മോന് സന്തോഷം വരണതെങ്കിൽ അവൻ പൊട്ടിക്കെട്ടടി. നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് രസിക്കാനും പൊട്ടിക്കാനും ഒക്കെ നമ്മളെ മോൻ വലുതും വാങ്ങിച്ചു തരോടി. തോമച്ചൻ പൊട്ടിച്ചിരിച്ചു. ഭൂതകാലത്തിലെ പൊട്ടിച്ചിരിയുടെ ബാക്കി ഓർമ്മകളിലൂടെ തോമാച്ചനെ വീണ്ടും പൊട്ടിച്ചിരിപ്പിച്ചു. അത് കേട്ട് മേരി അടുക്കളയിൽ നിന്ന് മുമ്പറത്തേക്ക് വന്നു. എന്താ മനുഷ്യ കുട്ടികളെ പോലെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ? പൊട്ടിച്ചിരി കേട്ടാണ് വന്നതെങ്കിലും ഉമ്മറത്തെത്തി തോമാച്ചന്റെ മുഖത്ത് നോക്കിയപ്പോൾ മേരി കണ്ടത് കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ കവിൾത്തളത്തിലൂടെ ഒളിച്ചിറങ്ങുന്നതാണ്. മേരിയുടെ നെഞ്ചി പിടിച്ചു. എന്താ സങ്കടപ്പെടാൻ? മേരി ഉത്കണ്ഠയോടെ ചോദിച്ചു. ഒന്നുമില്ല മേരിയെ, ഒരു സ്വപ്നമായിരുന്നു. തോമാച്ചയൻ മനസ്സിന്റെ നീറ്റിലൊതുക്കാൻ ശ്രമം നടത്തി. ആ മനസ്സിനകത്ത് വേദനയുടെ ലാവ പൊട്ടിയൊഴുകുന്നത് മേരി മനസ്സിലാക്കി. മേരിക്ക് സങ്കടം വന്നു. അങ്ങനെയൊന്നും കരയാത്തയാളാ. അത്രയും പ്രയാസപ്പെട്ടാൽ മാത്രമേ കണ്ണൊന്നും നിറയൂ. മേരിയുടെ കണ്ണും നിറഞ്ഞു. കണ്ണു തുടച്ച് അകത്തേക്ക് പോകുമ്പോൾ മേരി പരിഭവം പറഞ്ഞു. എന്നാലും അത്രയൊന്നും അവൻ പറയരുതായിരുന്നു. എന്തായാലും സ്വന്തം അപ്പനില്ലയോ? തോമാച്ചായന്റെ മനസ്സിന്റെ നീറ്റൽ 1-2 ദിവസം കൊണ്ട് മാറി. ജോസ്മോനെയും അത്രയേറെ ഇഷ്ടമായിരുന്നു തോമാച്ചായന്. അതുകൊണ്ട് തന്നെ ആനിയെയും പേരക്കുട്ടിയെയും തോമാച്ചായൻ അളവറ്റ് സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹം കാരണം എല്ലാ വഴക്കുകളും തോമാച്ചായൻ പെട്ടെന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതുപോലുള്ള വഴക്കുകൾ വീട്ടിൽ കൂടി വന്നു. തോമാച്ചായനും മേരിയും വീട്ടിൽ എലികളെ പോലെ പതുങ്ങാൻ തുടങ്ങി. തോമാച്ചായൻ നെടുവീർപ്പിട്ടുകൊണ്ട് പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ കർത്താവേ, എന്റെ കാലോ കയ്യോ തട്ടി ഇനി വീട്ടിലൊന്നും നീ പൊട്ടിച്ചു കളയരുതേന്ന്. കർത്താവ് ആ പ്രാർത്ഥന കേട്ടില്ല.
ഞായറാഴ്ച ജോസ്മോൻ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നേരത്തായിരുന്നു തോമാച്ചായന്റെ കയ്യിൽ നിന്നും ഊനുവടി താഴെ വീണ് അതിന്റെ കൈപ്പിടി രണ്ടു തുണ്ടമായി തിരിച്ചുപോയത്. തോമാച്ചായന്റെ നെഞ്ച് അതിവേഗം ഇടിക്കാൻ തുടങ്ങി. അയാൾ ജോസ്മോനെ ഭയത്തോടെ നോക്കി. പിന്നെ എങ്ങനെയോ കസേരയിലിരുന്നു. കോലായിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ വെച്ച കാൽ തിരികെ എടുത്ത് ജോസ്മോൻ അച്ഛന് നേരെ തിരിഞ്ഞു. വന്നട്ടഹിച്ചു. നാശം പിടിക്കാൻ ഏതു നേരത്താണോ ഇത്രയും വിലയുള്ള വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നിയത്? തന്തയല്ലേ, ഇത്തിരി ഗമയോടെ നടന്നോട്ടെ എന്ന് കരുതി വാങ്ങിച്ചു കൊടുത്തതാണ്. അതും തല്ലി പൊട്ടിച്ചു. എത്ര കാശിന്റെ മുതലാ? ഞാൻ ദണ്ണിച്ചുണ്ടാക്കിയ കാശായതുകൊണ്ടാവാം വില കാണാത്തത്. ജോസ്മോൻ താഴേക്കിരുന്ന ഊന്നുവടിയുടെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് മുറ്റത്തേക്കെറിയുന്നതിനിടയിൽ പിറുപിറുത്തു. ഇനി വളവളാൻ നടക്കുന്നതൊന്ന് കാണാലോ. വല്ല വൃദ്ധസദനത്തിലെങ്ങാനും കൊണ്ടാക്കിയാൽ ഈ വടിയുടെ വിലയെ ചെലവാകും. അത് കേട്ടുകൊണ്ടാണ് മേരി ചുമച്ച് അകത്തുനിന്ന് പുറത്തേക്ക് വന്നത്. മേരി മോന്റെ നേരെ കയർത്തു. എന്തോ നാടാ നീ അപ്പച്ചനെ വേണ്ടാതിനെ പറയണേ? നീ പൊട്ടിച്ചു കളഞ്ഞ കളിപ്പാട്ടത്തിന്റെ വിലയുണ്ടോടാ ഈ വടിക്ക്? മേരിയുടെ കണ്ടുമിടറി. നിന്നെയൊക്കെ നോക്കിയതിന്റെ സ്നേഹിച്ചതിന്റെ വിളിയാണോ വൃദ്ധസദനം? ജോസ് ഒന്നും കേൾക്കാത്ത പോലെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. മേരി തേങ്ങിക്കൊണ്ട് അച്ചായന്റെ അടുത്തേക്ക് ചെന്നു. അച്ചായ, നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ വിലയാണോ ഈ ഒടിഞ്ഞുപോയ വടി? മേരി അച്ചായന്റെ ചുമലിൽ കൈവച്ചതും ചാരുകസേരയുടെ കൈപ്പിടിയിൽ വെച്ച തോമാച്ചായന്റെ കൈ താഴെ കൂർന്നു വീണു. ദൂരേക്ക് പോകുന്ന മകനെ നോക്കിയിരിക്കുന്ന ആ അടയാത്ത കണ്ണുകൾ കണ്ട് മേരി ആ കാൽക്കൽ ബോധരഹിതയായി വീണു.